27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും അതുപോലെ തന്നെ ശുഭകരമായ ഒരു ദിവസവും ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. അപര്യാപ്തതകൾ പരിഹരിച്ച് വ്യാപാരം പുനരാരംഭിക്കും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുമതി ലഭിക്കും. ഗൃഹത്തിൽ വാസ്തുപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കും. സ്വയം തീരുമാനിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയുണ്ടാകും. ഓർമ്മശക്തി കുറവ് വന്നു ചേരാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഉദ്യോഗം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും നിങ്ങളുടെ കുറയുന്ന ദിവസമായിരിക്കും. പക്വതയോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. മാതാവിൻ്റെ അസുഖം വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും ജന്മനാട്ടിലേക്ക് യാത്ര വേണ്ടിവരും. എന്നാൽ വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും. ബന്ധുസമാഗമം ഉണ്ടാകാം. മാനസികമായ ദുഃഖം അലട്ടിയേക്കാം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് അന്തരീക്ഷം ആഹ്ലാദജനകമാക്കും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്യുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികവും തൃപ്തികരമായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പൂർവിക സ്വത്ത് അടുത്ത തലമുറയിലുള്ളവർക്ക് രേഖാപരമായി നൽകുന്നതായിരിക്കും. മത്സരങ്ങളിലും മറ്റും പ്രതീക്ഷിച്ച വിജയം കൈവരുന്നതായിരിക്കും. അബദ്ധങ്ങളിൽ നിന്നും ആത്മസുഹൃത്തുക്കൾ നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഉചിതം ആകും. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനുള്ള തീരുമാനം എടുക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ജനസ്വാധീനവും കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പുതിയത് ഏറ്റെടുക്കുവാനും സ്വപ്ന സാക്ഷാത്കാരത്തിന് അത് ഉപകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആത്മവിശ്വാസം കുറവായതിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറുന്നതായിരിക്കും നല്ലത്. വേണ്ടപ്പെട്ടവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഏറെക്കുറെ നന്നായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. വ്യവസായം നവീകരിച്ച് പുനരാരംഭിക്കുവാൻ പ്രതീക്ഷിച്ചതിൽ ഉപരി പണച്ചിലവ് അനുഭവപ്പെടും. വിട്ടുമാറാത്ത അസുഖത്തിന് ശാശ്വത ചികിത്സ ലഭിക്കും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവാദരങ്ങൾക്കും വഴിയൊരുക്കുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും അറിവും പ്രാപ്തിയും സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും. കുടുംബാംഗങ്ങളുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നതിനാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ആരോഗ്യപരമായി തൃപ്തികരമായ ദിവസമായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഒരു പരിധിയിലധികം പണം ചിലവഴിക്കുന്നത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. കർമ്മ പദ്ധതികളിൽ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ തൊഴിലിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായം ഉണ്ടാകും. വിദ്യാർത്ഥികൾ അലസതയും ഉദാസീന മനോഭാവവും പ്രകടിപ്പിക്കും. എങ്കിലും പരീക്ഷകളിൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്.
കടം കൊടുത്ത സംഖ്യ തിരികെ ലഭിക്കുന്നതായിരിക്കും. മാതാപിതാക്കൾക്ക് അസുഖം വർദ്ധിച്ചതിനാൽ ആശുപത്രിവാസവും പരിചരണവും വേണ്ടിവരും. ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വന്നുചേരും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. അവധിയെടുത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ആശയവിനിമയ അപാകതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വ്യവഹാര വിജയത്താൽ നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും. സുതാര്യ സമീപനത്താൽ മറ്റുള്ളവരുടെ സ്നേഹത്തിന് പാത്രമാകും. വിദ്യാർത്ഥികളിൽ അലസത വർദ്ധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ധനപരമായി പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കും. വിവേചന ബുദ്ധിയും പ്രവർത്തന പരിചയവുമില്ലാതെ പ്രവർത്തിച്ചാൽ പരാജയം വന്നു ഭവിച്ചേക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. മേലധികാരികൾക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റും. അടുത്തത് മൂലം നക്ഷത്രമാണ്. മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ പ്രവർത്തിക്കുന്നത് അബദ്ധങ്ങൾക്ക് കാരണമാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരികെ ലഭിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പരീക്ഷ, ഇൻ്റർവ്യൂ, ചർച്ചകൾ, സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ വിജയിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. തൊഴിൽ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾ തിരുത്തേണ്ടതായി വരും. സംഭവബഹുലമായ വിഷയങ്ങളെ ഇന്നേ ദിവസം അഭിമുഖീകരിക്കേണ്ടി വരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സന്താനങ്ങളുടെ അനാവശ്യ പരിഷ്കാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണം. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും കുറവാണെങ്കിലും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കരുത്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അബദ്ധമുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നും പിന്മാറും. ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട്. സമയദോഷം കാണുന്നുണ്ട്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ഉല്ലാസയാത്രയ്ക്ക് അവസരം ഉണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. അടുത്തത് പൂരോരുട്ട നക്ഷത്രമാണ്. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ദിനചര്യകളിൽ മാറ്റം വരുത്തി ആരോഗ്യം തൃപ്തികരമാക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും. സൽക്കർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കും. ആത്മസുഹൃത്തിനെ കണ്ടുമുട്ടും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ജനസ്വാധീനം വർദ്ധിക്കും. വിദൂര പഠനത്തിന് അവസരം ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.